എൻ്റെ പേര് മോഹൻദാസ് വൈദ്യർ. നമ്മുടെ ഇന്നത്തെ രീതിയിൽ മയക്കുമരുന്നും മദ്യത്തിനൊക്കെ എതിരായിട്ട് നമ്മുടെ കുട്ടികൾ നമ്മുടെ കായിക കലാപരിപാടികളിലൂടെ കൊണ്ടുവരിക. കോഴിക്കോട് പ്രദേശത്താണെങ്കിൽ ഡോക്ടർ വിജയൻ ഗുരുക്കൾ ഏറ്റവും മർമ്മ സിദ്ധാന്തങ്ങളിൽ നിന്ന് കേരളത്തിൽ കളരി പരമ്പരയിലും എല്ലാം ഉള്ള ആളാണ്. അതേപോലെ കോരപ്പുഴ മനോജ് ഗുരുക്കൾ, ഇവരെല്ലാം അതിവിദഗ്ധമായ ലെവലിൽ ഉള്ള കളരി പരമ്പരകളിൽ പഠിപ്പിക്കുന്നതാണ് കുട്ടികളെ. അപ്പോൾ ആയതിനാൽ നിങ്ങളെല്ലാവരും പ്രദേശത്തും ഏത് പ്രദേശത്താണോ ഉള്ളതെന്ന് വെച്ചാൽ അതേപോലെ കോട്ടയമുണ്ട്, തിരുവല്ലയുണ്ട്, ആലപ്പുഴ, നമ്മുടെ വേലായുധം ഗുരുക്കളുടെ നമ്മുടെ ചരിത്രപരമാകുന്ന ഉള്ള ആൾക്കാർ, അങ്ങനെ എല്ലാവരും നമ്മുടെ കുട്ടികളെ ആ ലെവലിലേക്ക് കൊണ്ടുവരാനും നമ്മൾ ഓരോരുത്തരും പറ്റുന്ന വിധമുള്ള യോഗ അല്ലെങ്കിൽ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് വളരെ ഗുണകരമാകുന്ന ലെവലിലുള്ളതുകൊണ്ട് അത് ചെയ്യുക. എൻ്റെ പേര് മോഹൻദാസ് വൈദ്യർ, പുനർജനി മർമ്മ ചികിത്സാലയം. അതിപ്പോൾ ഞാൻ എടുക്കുന്നത്, നമ്മൾ സാധാരണ നടക്കാനെടുക്കാനൊക്കെ പോകുമ്പോൾ നമ്മുടെ കാഴ്ചയും ശ്വാസം കവച്ച് ചെയ്യുമ്പോൾ ഓക്സിജൻ വലിച്ചെടുത്തിട്ടാണ് വിടുന്നത്. അതുകൂടാതെ നമ്മളിപ്പം അതായത് ഇപ്പോൾ ഈ കാണിക്കുന്ന ആക്ഷൻസിലെ ഉള്ളിലെ കഫക്കെട്ട്, അതേപോലെ തലവേദന, നമ്മുടെ പെടലി വേദന, ഇരിപ്പ് മർമ്മം എന്ന് പറയുന്ന നമ്മുടെ ബാക്ക് സൈഡിലുള്ള ഇരിപ്പ് മർമ്മത്തിന്, അതേപോലെ വയറ് കുറയുന്നതിന്, മോഷൻ ഉണ്ടാകുന്നതിന്, മോഷൻ കുറവുള്ളവർക്കൊക്കെ ഞാൻ ഈ കാണിക്കുന്നത് വളരെ ഇതാണ്. നിങ്ങളൊരു 10 ദിവസം അടുപ്പിച്ച് നോക്കുക. ഇങ്ങനെ നമ്മൾ പിടിക്കാം, മൂക്ക് ശരിക്കും ശ്വാസം മൂക്കിലൂടെ വലിച്ച് അത് മൊത്തത്തിൽ നമ്മളൊരു 5 പ്രാവശ്യം 10 പ്രാവശ്യം, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ നിൽക്കുക. ഇങ്ങനെ ഇങ്ങനെ എടുക്കാം. അവിടെ ഇപ്പൊ എന്ന് വെച്ചാൽ കൈ കറക്റ്റ് ഇങ്ങനെ, എൻ്റെ ഒരു കൈ ഇല്ല, പക്ഷെ ഈ കൈ ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട്, കാരണം വെച്ചാൽ ഷോൾഡർ ഇത് വരുന്നത് ഇങ്ങനെ തന്നെ നിൽക്കണം. കൈ ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല. അപ്പൊ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ബോണ് കൈയുടെ ഇതായിട്ടുള്ള ഷോൾഡർ വേദനയുള്ളവർക്ക്, നമ്മൾ കൂടുതലെടുക്കുന്ന മസിൽ വലിയുന്നവർക്കൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് നമ്മുടെ ഹാർട്ടിന് കറക്റ്റായിട്ടുള്ള ശംഖുപുഷ്പത്തിന് എന്ന് പറയും, ഇങ്ങനെ നിൽക്കണം കൈ. അപ്പോൾ ഇതുകൊണ്ട് അതേപോലെ തന്നെ ഇങ്ങനെ നിവർന്നു വരണം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ കുളിർമർമ്മം എന്ന് പറയുന്ന ഇതുണ്ട്, പെടലിയുടെ ഇതായിട്ടുള്ള കുളിർമർമ്മം. അങ്ങനെ നമ്മൾ മർമ്മങ്ങൾ കുറച്ച് തന്നെ അത് ആ ലെവലിൽ വരുന്ന ഓരോ മർമ്മങ്ങൾക്കും വളരെ ഇതാണ്. നെഞ്ച് വിരിച്ച് നിൽക്കുക. ഇങ്ങനെ കൈ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ശ്വാസം വലിക്കുകയും, ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ശ്വാസം ഉണ്ട്. അപ്പോൾ നല്ല ഓക്സിജൻ കിട്ടുകയും കാർബൺ ഡയോക്സൈഡ് പുറത്തു പോവുകയും നമ്മുടെ ശരീരത്തിന് നമ്മൾ ഇത് കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെയാണ് നമ്മൾ കാല് ഇങ്ങനെ വരുമ്പോൾ പതുക്കെ കാല് ശരിക്കും നമ്മൾ മേളിലോട്ട് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ നമ്മൾ ശ്വാസം വിട്ടുകൊണ്ട് വേണം. ചിലര് പല ഇതിലും കാണിക്കുന്നുണ്ട്, യോഗയിൽ കാണിക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ വലിച്ചുകൊണ്ട്. ഒരിക്കലും അത് ചെയ്യരുത്, അത് തെറ്റാണ്. കാരണം വെച്ചാൽ നമ്മൾ കാല് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വായു ഇങ്ങനെ പുറത്തേക്ക് പോയെങ്കിലാണ് വയറ് ചുരുങ്ങുക. അപ്പോൾ നമുക്ക് പല പ്രാവശ്യം നമുക്ക് വയറ് ഉള്ളിലോട്ട് വരികയും മസില് ഉള്ളിലേക്ക് വരികയും ചെയ്യും. നമ്മുടെ വെൽറ്റ് എന്ന് പറയുന്ന ഇതുണ്ട്, നമ്മുടെ ഇവിടുന്ന് ഇങ്ങനെ സൈഡ് ഞരമ്പുകൾ അഴയുമ്പോഴാണ് വയറ് ചാടി വരുന്നത്. ഇതിങ്ങനെ നമ്മൾ ആകുമ്പോൾ അത് ഉള്ളിലെ അപ്പോൾ എയർ പുറത്തേക്ക് പോവുകയും വയറ് ഉള്ളിലേക്ക് വരികയും ചെയ്യും. അത് വളരെ നല്ലതാണ്. ഇത് നിങ്ങൾ ഡെയിലി അത് 5 or 10 ഓരോ ദിവസവും ഓരോന്ന് കൂട്ടി ചെയ്യാം. അതൊന്ന് ചെയ്തു നോക്കുക. അതേപോലെ തന്നെയാണ് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ പെടല് പിടിച്ചിട്ട് ഇവിടുന്ന് ശ്വാസം വലിക്കുക. അത് കഴിഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കാലിലെ നഖത്തിൽ നമുക്ക് ഇങ്ങനെ കറക്റ്റ് സ്റ്റഡിയായി നിന്നോട്ട് താഴേക്ക് നോക്കാം. അപ്പൊ പെടലിയുടെ വേദന ഉള്ളവർക്ക്, ബോൺ പെയിൻ ഉള്ളവർക്കൊക്കെ വളരെ നല്ലത്. കാരണം ഇവിടുന്ന് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ശ്വാസം എടുക്കുക, വിടുക, ഇങ്ങനെ വിടുക. അത് വളരെ നല്ലതാണ്. നിങ്ങളൊരു 10 ദിവസം ചെയ്ത് നോക്കുക. ആദ്യം ചെയ്യുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൂ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് സുഖമായിട്ട്, പിന്നെ കളരിയിലോ അങ്ങനെ കായികപരമായിട്ടൊക്കെ പരിശീലിക്കുന്നവർ ഇതൊന്നൂടെ പരിശീലിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ കുറേ നാൾ മുമ്പ് പരിശീലിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ എത്രയോ അങ്ങനെയൊക്കെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നുമില്ല. അങ്ങനത്തെ ആക്സിഡൻ്റ് ഒക്കെ പറ്റി കൈയൊക്കെ പോയതിന് ശേഷം. പക്ഷെ എന്നാലും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, അതേപോലെ തന്നെയാണ് നമ്മൾ ചിലരിങ്ങനെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇത് ചെയ്യുന്നത് ഒരു കാരണവശാലും ഉപ്പൂറ്റി നിലത്ത് തട്ടാൻ പാടില്ല. പാദത്തിൽ തന്നെയാണ് കാല് നിൽക്കേണ്ടത്. ഓക്കെ.